ഒമാൻ തീരം വഴി ഹോർമൂസ് കടലിടുക്ക് കടക്കാൻ ശ്രമിച്ച യുഎഇയുടെ 2 എണ്ണക്കപ്പലുകൾക്ക് നേരെ ഇറാൻ അതിശക്തമായ മിസൈൽ ആക്രമണം നടത്തി. ആക്രമണത്തിൽ കപ്പലിലുണ്ടായിരുന്ന ഒരു ഇന്ത്യൻ പൗരൻ കൊല്ലപ്പെടുകയും 4 ഇന്ത്യക്കാർക്ക് ഗുരുതരമായി പരിക്കേൽക്കുകയും ചെയ്തു. ഹോർമൂസ് കടലിടുക്കിന്റെ പൂർണ്ണ നിയന്ത്രണം അമേരിക്ക ഏറ്റെടുക്കുമെന്നും ഈ വഴി കടന്നുപോകുന്ന കപ്പലുകളിൽ നിന്ന് 20% ഫീസ് ഈടാക്കുമെന്നും യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിച്ചു. എന്നാൽ ഇറാൻ തങ്ങളാണ് ഹോർമൂസിന്റെ യഥാർത്ഥ കാവൽക്കാരെന്ന് വ്യക്തമാക്കി. കപ്പലുകളിൽ നിന്ന് 20% യാത്രാ ഫീസ് ഈടാക്കുമെന്ന യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പ്രഖ്യാപനത്തെ ബ്രസീൽ പ്രസിഡന്റ് ലൂയിസ് ഇനാസിയോ ലുലാ ഡ സിൽവ കടുത്ത ഭാഷയിൽ വിമർശിക്കുകയും ഇതിനെ കടൽക്കൊള്ള എന്ന് വിശേഷിപ്പിക്കുകയും ചെയ്തു. അദ്ദേഹം പറഞ്ഞത് ഇപ്രകാരമാണ്: പണ്ടുകാലത്ത് ഇത്തരം പ്രവൃത്തികളെ കടൽക്കൊള്ള എന്നാണ് വിളിച്ചിരുന്നതെന്നും വളരെ കാലമായി കടൽക്കൊള്ളയ്ക്കെതിരെ പോരാടുന്ന അമേരിക്കയെപ്പോലൊരു വൻ ശക്തി രാജ്യം ഇപ്പോൾ സ്വയം ഒരു കൊള്ളക്കാരുടെ രാജ്യം ആകാൻ പാടില്ലെന്ന് അദ്ദേഹം വ്യക്തമാക്കി. ഒരു യുദ്ധ സാഹചര്യത്തെയും മാനുഷിക ദുരന്തത്തെയും സ്വന്തം ലാഭത്തിനായി ഉപയോഗിക്കുന്നത് ജനാധിപത്യപരമോ സാംസ്കാരികമായോ ഉള്ള നീക്കമല്ലെന്ന് ലൂല വിമർശിച്ചു. മറ്റുള്ളവരുടെ ചെലവിൽ പണമുണ്ടാക്കാനുള്ള ട്രംപിന്റെ ഈ ഒരു ശ്രമം തികച്ചും അസ്വാഭാവികമായിട്ടാണ് അദ്ദേഹം കാണുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. ഇറാന്റെ 6 പ്രധാന നഗരങ്ങളിൽ യുഎസ് സെൻട്രൽ കമാൻഡ് നാവിക വ്യോമാക്രമണങ്ങൾ തുടർന്നു. ഖഷം ദ്വീപിലും ബന്ദർ അബ്ബാസിലും നടന്ന സ്ഫോടനങ്ങളിൽ വൻ നാശനഷ്ടങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്.